സുമേഷ്, എന്റെ അളിയൻ എന്തോ കാര്യമായിട്ട് പറ്റിട്ടണമെന്നുള്ളത് ഉറപ്പാ. പക്ഷെ ഇതിനുള്ള മരുന്ന് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോ എന്താ ചെയ്യാ? സിദ്ധാർത്ഥ സാർ, അതിനെന്താ ചെയ്യേണ്ടെന്നറിയോ? എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിപ്പിക്കേ. അതെ, വന്ന് ബോസ് കല്യാണം കഴിക്കുന്നതിൽ എനിക്കും കാര്യമുണ്ട്. അദ്ദേഹം കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നെയും കല്യാണം കഴിക്കാൻ സമ്മതിക്കും. എന്നാലും എന്റെ പൊന്ന് ജഗദീഷ് ചേട്ടാ, പാനിപ്പോരി രഞ്ജിത്തെ, എല്ലാം നിങ്ങൾ സെറ്റാക്കി തന്ന മീനാക്ഷി എന്റെ വീട്ടിലേക്ക് വരുമെന്നുള്ളത് ഗ്യാരണ്ടിയാ. Heat is the form of energy. Heat energy depends on speed of particles and the mass of an object. Celsius is the degree of hot. Temperature is the measure of degree of hotness or coldness of a body. Temperature does Temperature does not depend on the mass of an object. For example, temperature of a small cup of water is same as ഒന്നുകിൽ നിന്റെ ഫോൺ എടുത്ത് സൈലന്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് എടുക്ക്. നീ എന്താ മുതുക്കികളെ പോലെ സംസാരിക്കുന്നേ? മര്യാദ പഠിച്ചേ. 10th എക്സാം ഉള്ളത് എനിക്കാ. എന്റെ പണിയുടെ ഉത്തരവാദിത്തം എനിക്ക് നന്നായി അറിയാം. ചുമ്മാ ഇങ്ങനെ തിന്നോണ്ടിരിക്കുന്ന പണിയല്ലാതെ വേറെ ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരുന്നോളൂ. അഹങ്കാരം. കൂടുതൽ കളിച്ച വെട്ടിക്കേറി അടുപ്പിലിട്ട് ഞാൻ. Temperature is related to kinetic energy. എന്തിനാ എപ്പോഴും എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നേ? ഓട്ട് പോത്ത്. Temperature is related to the kinetic energy of molecules. After understanding, അഞ്ജു, എന്തു പറ്റി? ഒന്നുമില്ല. അല്ല, നിന്റെ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നത്? എന്തു പറ്റി? ഞാൻ അവളെ മറക്കരുതെന്ന് ചുമ്മാ അല്ല വിളിക്കുന്നത്. അവൾ എപ്പോഴും ഇങ്ങനെയാണ്. ഒരു കാര്യമില്ലാതെ മുഖവും വെറുപ്പിച്ച് വലിയ ആള് കളിക്കില്ല. ഇല്ല, പാവം. അവൾക്കെന്തോ വിഷമം ഉണ്ടെന്നാ തോന്നുന്നത്. എന്ത് പാവോന്നോ? അവള് പാവല്ല, പാപിയാണ്. അത് വിട് കണ്ണേട്ടാ. ചേട്ടൻ അവളെ പറ്റി ആലോചിക്കണ്ട. അത് തന്നെ ശരിയായിക്കോളും. ആ, എന്നെ കുറച്ച് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യോ? എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ശരി, ചോദിക്കും. അമൂല്യ, സമയായി, നമുക്ക് പുറപ്പെടാം. അതെയോ? ഇന്നെന്താ ചേട്ടാ വേഗം ഇറങ്ങുന്നേ? അയ്യോ, നിന്റെ നാത്തൂന്റെ കാര്യം അങ്ങനെയാ മോളെ, ഒന്നും പറയാൻ പറ്റില്ല. അച്ഛനമ്മയും സാരികയെ വിടാനായിട്ട് ലണ്ടനിലേക്ക് പോയി. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. ഇനി അതുകൊണ്ട് ചോദിക്കാനും പറയാനും എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ പോകുന്നത്. ഇതാണ് നല്ലൊരു ഭർത്താവിന്റെ ലക്ഷണം. ഭാര്യയുടെ വാക്ക് കേൾക്കുന്നവൻ മഹേശ്വരൻ. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ ഒരേ പാർട്ടിക്കാരാണല്ലോ. ഞാൻ പാർക്കിങ്ങിൽ നിന്ന് പോയിട്ട് കാർ എടുത്തിട്ട് വരാം. നീ അവിടെ വന്നാ മതി. ശരി ചേട്ടാ.
ഏട്ടത്തി ഇത് വേദാന്ത ചേട്ടൻ അറിയാതെ പോസ്റ്റ് ചെയ്താണെന്ന് തോന്നുന്നു. അതൊന്നും എനിക്കറിയില്ല ആരതി. അമൂല്യയുടെയും വേദാന്ത ചേട്ടന്റെയും ടിക്ടോക്ക് വീഡിയോ വൈറലാകും, അത് മാത്രം ഗ്യാരണ്ടി. ആദ്യ എപ്പോ വന്നു? കുറച്ചു നേരമായി അമ്മേ. ആരതിയോട് സംസാരിച്ചിരുന്നോണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ആരതി, ആദ്യക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട്. ഞാൻ വന്നപ്പോഴേ തന്നെ ആരതി വേണ്ടതുപോലെ എല്ലാം ചെയ്തു തന്ന അമ്മേ. ഈ വീട്ടില് എന്റെ ആവശ്യമില്ലാത്തതുപോലെ ആയല്ലോ കാര്യങ്ങള്. ഏട്ടത്തി അമ്മയോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കും, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ് ആരതി, അതൊന്നും ഇപ്പൊ വേണ്ട. ഇപ്പൊ ഞാൻ വന്നത് ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയാ. എന്തു പറ്റി ആദ്യ? ഇവർക്ക് ഞാനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് വന്നതമ്മേ. അതുകൊണ്ട് സിദ്ധാർത്ഥിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. വേദാന്ത് ചേട്ടനും വിക്കി ചേട്ടനും ഇപ്പൊ തന്നെ എത്തും. അവർക്കുള്ള സർപ്രൈസ് ഒക്കെ പിന്നെ കൊടുക്കാം. നീ ആദ്യം കാര്യം എന്താണെന്ന് എന്നോട് പറ. അത് അമ്മേ, ഞാൻ വീണ്ടും അമ്മയാൻ പോകുന്നു. സൂപ്പർ മോളെ, എനിക്കെന്തായാലും ഇത് വലിയ സന്തോഷമായി. ഏട്ടത്തി എന്ത് നല്ല കാര്യം പറഞ്ഞത്. എന്റെ ചേട്ടത്തി താങ്ക് യു. ബോസ്, ഞാനെന്ന് ഇറങ്ങുക. നീ എന്താ ഇപ്പൊ ലോക്ക് ചെയ്തത്? ബോസ്, അത് നമ്മുടെ ഓഫീസിൽ എല്ലായിടത്തും CCTV ഉണ്ട്. അതുകൊണ്ട് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിന്റെ അടുത്താണെങ്കിൽ ലാപ്ടോപ്പും ഇല്ല. എന്നിട്ടും നീ ഭദ്രമായിട്ട് എന്തോ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് കാര്യമെന്ന് എനിക്കറിയണം. ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന എന്തെങ്കിലും ആയിരിക്കും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. വേണ്ട ബോസ്, അത് കുറച്ച് പേഴ്സണൽ ആണ്. വാട്ട്? എന്ത് പേഴ്സണൽ? തുറക്കോ. വരൂ.
എന്താ ഇത്? ഇതെന്തിനാ? ചെറിയ കുട്ടിയായിരുന്നപ്പോ അഡ്വർടൈസ്മെന്റിൽ ജോലിക്ക് പോകുന്നവര് സ്യൂട്ടൊക്കെ ഇട്ട് പോകുന്ന കാണാറില്ലേ? എനിക്ക് അച്ഛനും അതുപോലെ സ്യൂട്ടിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊക്കെ കടയിൽ പോയി ആ സ്യൂട്ട് മെറ്റീരിയൽ വാങ്ങി തയ്ക്കാനൊക്കെ ആയിട്ട് 3000 രൂപയാകൂന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ അത്രയും പൈസ എവിടുന്നുണ്ടാവാനാ? അതുകൊണ്ട് ഞാൻ 10 വർഷമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പാദ്യം ഇത്. ചേച്ചിയുടെ കല്യാണത്തിന് പോലും ആവശ്യത്തിന് ഇതിന്ന് 1 രൂപ പോലും ഞാൻ എടുത്തില്ല. അപ്പോഴേ സ്യൂട്ടിന് അത്രയും വിലയായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 15,000 എങ്കിലും ആയി കാണില്ലേ? ആയെങ്കിലും കുഴപ്പമില്ല, ഇത്ര റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി 2 മാസത്തിനുള്ളിൽ അച്ഛന്റെ റിട്ടയർമെന്റ് ഉണ്ടാവും. അതിനൊരു പാർട്ടി നടത്തണമല്ലോ. ആ ടൈം ആവുമ്പോഴേക്കും സ്യൂട്ട് തയ്പ്പിക്കാന്ന് ഓർത്തു. വീട്ടില് വെറുതെ ഈ കാര്യം അറിയിക്കണ്ടല്ലോ എന്ന് ഓർത്താ ഈ പെട്ടി ഇവിടെ തന്നെ വെക്കുന്നെ. ആരും എടുക്കണ്ടെന്ന് ഓർത്താ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോകുന്നേ. ഗുഡ്. താങ്ക് യു ബോസ്. ബോസ്, കീ. താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ.
ഞാനെങ്കിൽ ഇറങ്ങിക്കോട്ടെ. വേഗം ഇറങ്ങിക്കോളൂ. ഞാനും കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. യു ക്യാൻ ലീവ്. എന്താ? മൊബൈൽ. ആ പൊക്കോ പൊക്കോ പൊക്കോ, പെട്ടെന്ന് വേഗം പൊക്കോ പൊക്കോ. പെൺകുട്ടിയായ നിന്നെ പോലെ ആവണം. ചേച്ചി എപ്പോഴും ഇങ്ങനെ തിന്നോണ്ടിരിക്കുന്നത്? നിനക്കെന്താ? എന്റെ വയറ് എന്റെ ഇഷ്ടം. നിന്റെ വയറ് നിന്റെ ഇഷ്ടം, അതെനിക്കറിയാം. എന്ന് കരുതി തീരും വരെ തിന്നല്ല. എന്താ പിള്ളേരെ നിങ്ങളിങ്ങനെ എപ്പോ നോക്കിയാലും ഇങ്ങനെ വഴക്കാണല്ലോ രണ്ടും കൂടെ? അത് ഞാനല്ല, ഈ പോത്ത. എന്താ? അത് ചെറിയ കുട്ടിയാണ്. കുഞ്ഞാ ചക്കര കുട്ടി. മനസ്സിൽ എത്രത്തോളം സ്നേഹമുണ്ടോ അത്രയും നാളും നമ്മൾ ഒരിക്കലും പിരിയില്ല. ഇങ്ങനൊരു വീട്ടിൽ ജനിക്കാനായിട്ട് ഞാൻ എന്ത് പുണ്യാണോ ചെയ്തത്. ആ അമ്മു, എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. അമ്മേ, ഈ മുതുക്കിയെ നമ്മൾ എല്ലാരും ജോലി ചെയ്യുന്ന കണ്ടിട്ട് അവക്കും ജോലി കൊടുക്കുമെന്ന് വിചാരിച്ച് അവിടെ നിന്നതാ. ഒന്നും ഉണ്ടായിരിക്കാവോ? അങ്ങനെ ചിന്തിക്കാൻ ഞാൻ നിന്നെ പോലെയാണോ?